ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തനിയ. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, ഞാൻ ഇവിടെ ഒരു ഫോട്ടോ വെക്കുന്നുണ്ട്. ഫോട്ടോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം അവർക്ക് വീഡിയോ എടുക്കുന്നതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവരെക്കുറിച്ച് വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് കേട്ടോ. അപ്പം ഒരു അമ്മയും അച്ഛനും ഇങ്ങനെ നടന്നു വരികയായിരുന്നു. ഞാനപ്പം മങ്കരയിലേക്ക് പോവുകയാണ്. മങ്കരയ്ക്ക് ഞാനും എൻ്റെ അമ്മയും കൂടെ പോകുന്ന വഴിക്ക് ഒരു അമ്മയുടെ കാല് ഭയങ്കരമായിട്ടും വയ്യ. അച്ഛനാണെങ്കിൽ കണ്ണു പറ്റേ കാണില്ല എന്നല്ല, എന്നാൽ കാഴ്ചക്കുറവ് കുറച്ച് ഉണ്ട് താനും. അപ്പോൾ ഈ അച്ഛൻ്റെ തോളിൽ പിടിച്ചിട്ടാണ് ഈ അമ്മ ഇങ്ങനെ നടന്നു പോകുന്നത്. കാരണം അമ്മയ്ക്ക് കാല് ശേഷി ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓടി ചെന്നിട്ട് സഹായിക്കാനായിട്ടാണ് ഞാൻ ചെന്നത്. അമ്മ, ഞാനൊരു വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് എന്തെങ്കിലും ഒരു സഹായം അമ്മയ്ക്ക് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ തമിഴ്നാട്ടുകാരാണ്. അപ്പോൾ അവർ പറഞ്ഞു, വേണാമ്മ, എനിക്ക് എന്ത് ഹെൽപ്പും വേണം, എനിക്ക് நீங்கள் കൊടുത്താലേ പോതും, ஆனால் எனக்கு വീഡിയോയിൽ നിൽക്കുന്നതുക്ക് താല്പര്യമില്ലേന്ന് അവരെന്നോട് പറഞ്ഞു. അപ്പം ഞാൻ കുറേ നേരം അവരുടെ വിശേഷങ്ങൾ ചോദിച്ചു. എന്താണ് വിശേഷം, നിങ്ങൾക്ക് കുട്ടികളുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പം മക്കളില്ല, ഒറ്റപ്പാലം ചേലക്കരയിലാണ് താമസിക്കുന്നത്, വീട് വാടകയ്ക്കാണ് എടുത്തിരിക്കുന്നത്, അപ്പം മാസ വാടക കൊടുക്കണം, പിന്നെ ഞങ്ങളുടെ നിത്യ ചെലവ് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്കൊരു വീഡിയോ ചെയ്തിട്ടാൽ നിങ്ങൾക്കൊരു വീടായില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് ആളുകൾ അവരെ വീഡിയോ ചെയ്ത് പറ്റിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ എത്രത്തോളം അതിൻ്റെ സത്യാവസ്ഥ ഉണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ എൻ്റെ കൂടെ ഞാനൊരു ഉത്സവ് ഡ്രസ് കളക്ഷനിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വർക്ക് ചെയ്തൊരു കുട്ടിയുണ്ടെന്ന്, സുഷമ എന്നല്ലമ്മ പറഞ്ഞ്, സുഷമ എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അവളും അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ രീതിയിൽ അവളും ഒരു പൈസ കൊടുത്തു. ഞാനും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും ഒരു ചെറിയൊരു സഹായം കൊടുത്തു. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ സുഷമ തമിഴിൽ, എനിക്കാണെന്ന് വെച്ചാൽ തമിഴ് പെട്ടെന്ന് ചിലപ്പോൾ ആ സമയത്ത് എനിക്ക് സംസാരിക്കാൻ കിട്ടില്ല. അങ്ങനെ അവളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, இந்த அக்காவோட குழந்தைக்கு ஹார்ட்டில் ப்ராப்ளம் இருக்குது, ஆனாலும் இந்த அக்கா உங்களை ஹெல்ப் பண்ணிடுவாங்க എന്ന് പറഞ്ഞിട്ട് തമിഴിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ കൊടുത്തത്, ഞാൻ പറയണമെന്നല്ല, പക്ഷെ അത് പറയണം ഈ ടൈമിൽ. ഞാൻ 500 രൂപയാണ് കൊടുത്തത്. അത് കൊടുത്തപ്പോൾ ഈ അമ്മ പറഞ്ഞത്, എടുത്ത വഴിക്ക് അത് പോക്കറ്റിൽ വെക്കാതെ അവരെന്താ പറഞ്ഞെന്നറിയോ, എൻ്റെ കുട്ടീൻ്റെ അടുത്ത് പൈസ ഉണ്ടോ, മക്കൾക്ക് കുട്ടീൻ്റെ അസുഖത്തിനൊക്കെ പൈസ വേണ്ട മകനെ, നീ ഇത് ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിനക്ക് എങ്ങനെ ഉണ്ടാവാന്ന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര സത്യസന്ധം തോന്നിയത് കേട്ടോ അവരെ കുറിച്ചിട്ട്. അപ്പം അവരെ എങ്ങനെയെങ്കിലും ദൈവമേ അവർക്ക് ദീർഘായുസ്സ് കൊടുക്കണേ എന്നേ ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയുള്ളൂ. അതേപോലെ അവരുടെ ഇഷ്ടം എങ്ങനെയാണോ അതുപോലെ അവർ ജീവിക്കട്ടെ. അവരെ പിടിച്ച് നമ്മളെ ഒരു വീട്ടിൽ കൊണ്ടിരുത്തിയാലും ചിലപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ആ ഒരു എന്തായാലും ഒരുപാട് പ്രായമായി. അപ്പോൾ അവർ പറയാം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ ആരെങ്കിലും എടുത്ത് തൂക്കി എവിടെയെങ്കിലും കൊണ്ടിട്ടോളും, അപ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്നാണ് അവർ പറയണത്. അപ്പം ഞാൻ വിചാരിക്കണത്, നമ്മൾ അവരെ നിർബന്ധിച്ചിട്ട് പിന്നെ ഒരു വീട് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ അവിടെ താമസിക്കുക എന്ന് പറയുക, അതൊന്നും അവർക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. എന്തായാലും അവർ അവരുടേതായ ഇഷ്ടത്തിൽ ജീവിക്കട്ടെ. എന്തെങ്കിലും കാണുമ്പോൾ അവർക്ക് ഇതുപോലെ നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം എന്തായാലും ആ ഒരു അച്ഛനെയും അമ്മൻ്റെയും നല്ലൊരു അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടി. എനിക്കൊക്കെ അത് മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അവരെ കണ്ടു, അവർ സംസാരിച്ചു, അത്രയും പാവങ്ങളായിട്ടും അവർ പൈസ കൊടുത്തിട്ട് ആ പൈസ വേഗം പോക്കറ്റിലിടാതെ എൻ്റെ മകളുടെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിച്ചില്ലേ, അതാണ് ഏറ്റവും വലിയ സ്നേഹം. ആ സ്നേഹം എനിക്ക് കിട്ടിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.